എന്താ സാധനം നോക്ക് ചിരിക്കണോ വാലേക്കും അസ്സലാം. ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുവെക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ എല്ലാവരും ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇന്ന് മുഹറത്തിൻ്റെ സുന്നത്ത് നോമ്പാണല്ലേ. അപ്പോൾ ഇന്ന് നോമ്പൊക്കെ എടുത്ത് പുലർച്ചെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടന്നിട്ട് പിന്നെ ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ് എണീറ്റിട്ടുള്ളത്. അതിനുശേഷം പിന്നെ ബാക്കിയുള്ള കുറേ പണികളൊന്നുമില്ല, എന്നാൽ ഉള്ള പണികളൊക്കെ വേഗം ഒന്ന് തീർത്തതാണ് കേട്ടോ. ഇന്ന് അലക്കാനുണ്ടായിരുന്നു, അത് മാറ്റി വെച്ചാൽ ശരിയാവില്ല, കാരണം നാളെയും നോമ്പല്ലേ. കല്ലിൽ അലക്കാനും അതുപോലെ തന്നെ മെഷീനിലിടാനും കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. മെഷീനിൽ ഉള്ളതൊക്കെ ഞാൻ മേലെ കൊണ്ടേ ആറിയിട്ടു കേട്ടോ. മഴ നന്നായിട്ട് മൂടി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ പെയ്യും എന്നുള്ള മട്ട. പക്ഷെ ഞാൻ വിചാരിച്ചു പുറത്തന്നെ ഇടാം, മഴ പെയ്യുന്നത് നോക്കാമല്ലോ, എന്നിട്ട് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം മേലെ കൊണ്ടിടാമെന്ന് എന്ന് വിചാരിച്ചിട്ട് പുറത്തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചിലപ്പം കാലാവസ്ഥ അങ്ങ് ചേഞ്ച് ആവുകയും ചെയ്യാം. അപ്പോൾ ഇതതിന് എനിക്ക് കുളിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. മാങ്ങ കുറച്ച് പഴുത്ത മാങ്ങ ഉണ്ടായിരുന്നേ, അപ്പോൾ അത് നാശമായി പോകുന്ന ആ ഒരു സ്റ്റേജിലെത്തിയിട്ടുണ്ട്. ഞാൻ വേഗം എടുത്ത് അതുകൊണ്ടൊരു പരിപാടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മാങ്ങയൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളയട്ടെ. അപ്പോൾ നമുക്ക് മാങ്ങ ഇല്ലാത്ത സമയത്തും മാമ്പഴം വെച്ചിട്ടുള്ള റെസിപ്പികളൊക്കെ ഉണ്ടാക്കാനും പായസം ഉണ്ടാക്കാനും ജ്യൂസ് ഉണ്ടാക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കത്തിലാണ് കേട്ടോ ഞാൻ. ഇത്രയല്ല, ഞാൻ കുറച്ചുകൂടെ ഉണ്ടാക്കി വെക്കും. പക്ഷേ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയും മാങ്ങ ഇപ്പം ഉണ്ട്. ഇനി കുറച്ചുകൂടെ വാങ്ങിയിട്ട് ഉണ്ടാക്കി വെക്കണം കേട്ടോ. അപ്പം നിങ്ങൾ ഇപ്പം തന്നെ ഏകദേശം മാങ്ങ എവിടെ തീർന്നിട്ടുണ്ടാവും. പക്ഷേ നമുക്ക് ഷോപ്പിൽ ഇപ്പോൾ നല്ല മധുരമുള്ള മാങ്ങ, നമ്മുടെ എന്താ പറയുക, നീലൻ മാങ്ങ, അതുപോലെ തന്നെ മല്ലിക മാങ്ങ ഒക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല ഈസി ആയിട്ട് വാങ്ങാൻ കിട്ടും. 100 രൂപ പോലും ഇല്ല, 80 രൂപയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതാ മാങ്ങയൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ട് മിക്സീൻ്റെ ജാറിലിട്ട് നന്നായിട്ട് അതൊന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കുന്നുണ്ട്, കഷ്ണങ്ങളില്ലാതെ. എന്നിട്ട് ഇതാ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ നെയ്യോ ഓയിലോ ഒന്നുമില്ല, വെറുതെ ഒഴിച്ചു കൊടുത്തതാ. ഇനി നിങ്ങൾക്ക് അരക്കുമ്പോൾ അരയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളമാക്കി കൊടുത്തോ, എന്നിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ ആ വെള്ളം വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാൻ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്തോ, ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. സോറി, ഫുള്ള് മൊത്തത്തിൽ അടി പിടിക്കാതെ കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ ഞാനിതിൽ കുറച്ചൊരു അരക്കപ്പ് അളവിൽ പഞ്ചസാര ചേർക്കുന്നുണ്ട്. കുറേ ചേർത്ത് കൊടുക്കുന്നില്ല, കാര്യം ഞാനിത് മാമ്പഴ പുളിശ്ശേരി അങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കാനും സാലഡിലേക്കും ഒക്കെ യൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ ഓവർ മധുരം ചേർത്ത് കൊടുത്തിട്ടില്ല. മധുരം വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. മധുരം ഒരു പ്രിസർവേറ്റീവ്സ് ആയിട്ടും പ്രവർത്തിക്കും കേട്ടോ, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ മാങ്ങ നല്ല കുക്കായിട്ട് ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറ്റിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ടൈറ്റായിട്ട് തിക്കാക്കി ജാമു പോലെ ഒന്നാക്കി എടുക്കേണ്ടത്, ഇത്രയും മതി. ആ ഒരു വെള്ളത്തിന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ, കുക്കായി നല്ലൊരു ടേസ്റ്റ് വരും. നമ്മൾ വായിൽ വെച്ച് നോക്കുമ്പോഴല്ലേ ഫ്രൂട്ടിയൊക്കെ അല്ലേ അതിൻ്റെ ടേസ്റ്റ് വരെ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രീസറിലേക്ക് മാറ്റണം. നന്നായിട്ട് തണുത്തിട്ടൊക്കെ വരട്ടെ, നമുക്ക് ടൈമുണ്ട്. ഇനി ഞാൻ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിയട്ടെ. അപ്പോൾ ഇപ്പോൾ സമയം 5:15, വൈകുന്നേരം 5:15 കേട്ടത്. നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങളൊക്കെ ആക്കണം, കുറച്ച് നല്ല അടിപൊളിയായിട്ട് തന്നെ ആക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു. എനിക്ക് കുറച്ച് വീഡിയോൻ്റെ കാര്യങ്ങളൊക്കെ 1-2 കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാനും അതുപോലെ തന്നെ എഡിറ്റിങ്ങിൻ്റെ കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെറുതായിട്ടൊരു തലവേദന ഇങ്ങനെ കയറി വരുന്നത് കേട്ടോ. നമുക്കറിയാലോ, ഉണ്ട് ഇല്ല എന്നുള്ള രീതിയിൽ. എന്നിട്ട് ഞാൻ റെസ്റ്റ് എടുത്തു, കിടന്നു, ഉറങ്ങാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ആ തലവേദന ഇങ്ങനെ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ കൂടി വരുന്നത്. അപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല. സമയം ഞാൻ ഇപ്പം മാറും എന്ന് വിചാരിച്ചിട്ട് കുറച്ച് സമയം ഇങ്ങനെ ആക്കി 5:15 കേട്ടോ. ഇനി രക്ഷയില്ല, നമ്മൾ കിച്ചണിലേക്ക് പോവുകയാണ്. ഞാൻ കുറച്ചധികം വിക്സൊക്കെ വാരി തേച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട്
നമുക്ക് കിച്ചണിലേക്ക് പോകാം. അങ്ങനെ തലവേദന എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഞാൻ പ്ലാൻ ചെയ്തത് വേറെയായിരുന്നു, പക്ഷെ ഞാൻ ചെയ്യുന്നത് വേറെയാണ് കേട്ടോ. സ്നാക്സ് ഞാൻ പ്ലാൻ ചെയ്തത് തന്നെയാണ്. നമ്മൾ എഗ്ഗൊക്കെ വെച്ചിട്ടുള്ളൊരു സ്നാക്സാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ എഗ്ഗൊക്കെ ഒന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ നമ്മളെ മാങ്ങ റെഡിയാക്കിയതില്ലേ, പൾപ്പാക്കിയതില്ലേ, നല്ല തണുത്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടെ ഒന്ന് റെഡി ആയിക്കോട്ടെ. അപ്പോൾ ഞാനത് അവിടെ തന്നെ അടച്ച് വെച്ചിട്ടുണ്ട്, ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടില്ല. നമുക്കെല്ലാം കഴിഞ്ഞിട്ട് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് സ്നാക്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് വെക്കാം. ലാസ്റ്റ് ഉണ്ടാക്കുന്നേ ഉള്ളൂ, പക്ഷേ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു എഗ്ഗിൻ്റെ ബോക്സല്ല അടിപൊളിയാട്ടോ. നമ്മൾ ഫ്രിഡ്ജിലേക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു സ്പേസ് മതി, നല്ല ഒതുങ്ങിയിരുന്നോളൂ കേട്ടോ. കുറേ എഗ്ഗ് ഇതിൽ കൊള്ളുകയും ചെയ്യും, നല്ലതാണ് കേട്ടോ. ഞാൻ ലിങ്ക് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വാങ്ങാമല്ലോ. അപ്പോൾ ഇതാ ഞാൻ എഗ്ഗൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കട്ടെ. 5:15 നമുക്കൊരു 6:30 ആകുമ്പോഴത്തേക്കും നമ്മൾ കുക്കിംഗ് തീർക്കണം. എന്നാലാണ് ഒരു 10-15 മിനിറ്റോട് നമുക്ക് കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളും അതും കൂടെ ഉണ്ടാവില്ലേ. അപ്പം അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് മെയിനായിട്ട് കഴിക്കേണ്ട സംഭവം ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് റെസിപ്പിയും തരാതെ ചെയ്യാം എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇനി നമുക്ക് ടൈമില്ല. നമുക്കതൊരു 1 മണിക്കൂർ മാവ് പൊങ്ങാനായിട്ട് വെക്കണം ഉണ്ട്. പക്ഷേ എനിക്കപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ല കേട്ടോ. കാരണം കുറച്ച് ഡിലേ ആയല്ലോ കിച്ചണിലേക്ക് വന്നപ്പോൾ. പിന്നെ നമ്മൾ സാധാ 5:15 നമ്മൾ കിച്ചണിലേക്ക് ഞാൻ വരാറുണ്ട്, ഒരു കുഴപ്പമില്ല, നമുക്ക് ലാവശ്യമായിട്ട് ചെയ്യാനുള്ള ടൈമുണ്ട്. പക്ഷേ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ടൈം കിട്ടൂല കേട്ടോ. ക്യാമറ അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ സമയം ഒട്ടും പോരാ. ഇതിൻ്റെ ഡബിൾ ടൈം നമുക്ക് വേണം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ അത് ഉണ്ടാക്കുന്നില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ വിചാരിച്ച സ്നാക്സ് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ എഗ്ഗ് ഞാൻ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 4 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ഒരു സിമ്പിൾ മസാല ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടുള്ള സവാള ഒന്ന് കട്ടാക്കിയിട്ട് എടുക്കാം. ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കലുണ്ട്, പ്രിപ്പയർ അല്ല ഒന്ന് റെഡിയാക്കിയിട്ട് വെക്കലുണ്ട്. ഇന്ന് അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെയാണ് കിച്ചണിലേക്ക് വന്നേ. ഞാൻ വീഡിയോ എടുക്കുകയാണെങ്കിൽ സവാളയൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് കട്ട് ചെയ്തിട്ട് വെക്കും, ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തതൊക്കെ. പിന്നെ അതുപോലെ തന്നെ കറി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ തേങ്ങ ചിരകിയതില്ലെങ്കിൽ അത് ചിരകി വെക്കുക, അതൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക. എന്നാലേ നമുക്കെല്ലാം കറക്റ്റ് ടൈമിൽ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷേ ഇന്ന് അതിനൊന്നും എനിക്ക് വരാൻ വേണ്ടി പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഉള്ളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെയാണ് ഞാൻ ക്ലീനാക്കി കട്ടാക്കിയിട്ടൊക്കെ എടുക്കുന്നത്. ഒരു ബീഫ് ഫ്രൈ ഒരു ബീഫ് ഗ്രേവി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ബീഫ് ഞാൻ കഴുകി വെള്ളം വരാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മുഹറം മാസത്തിലെ സുന്നത്താക്കപ്പെട്ട നോമ്പാണല്ലേ. അപ്പം എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം ആശംസിക്കുകയാണ് കേട്ടോ. നല്ലൊരു വർഷമായിട്ടിരിക്കട്ടെ. എല്ലാവരുടെയും നല്ല നല്ല ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനകളും അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മളെ കട്ട് ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, എഗ്ഗൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ കടായിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഓയിൽ എന്തായാലും കുഴപ്പമില്ല. ഞാനൊരു 3 സവാള എടുത്തിട്ടുണ്ട്, വലിയ സവാള. വേറൊന്നും നമ്മളിത് ചിക്കൻ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സവാള ഇച്ചിരി വേണം, ഒരു 3 എണ്ണമൊക്കെ വേണം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 4-5 വെളുത്തുള്ളി, ഒരു വലിയ 1-2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ സവാളയിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് നല്ല സോഫ്റ്റായിട്ട് വരട്ടെ കേട്ടോ മസാല. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതവിടെ റെഡി ആവട്ടെ. ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബീഫ് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. ബീഫ് നല്ല എല്ലോട് കൂടിയിട്ടുള്ള എല്ലിൻ്റെ മുകളിൽ ഇറച്ചിയുള്ള ആ ഒരു പീസില്ലേ, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിന് ഭയങ്കര ടേസ്റ്റാട്ടോ ഈ ഒരു ഗ്രേവിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ അതിലേക്ക് ഞാൻ 2 സവാള, ഒരു തക്കാളി, ഒരു കുഞ്ഞു തക്കാളി ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. എൻ്റെ തക്കാളി തീർന്നിട്ടുണ്ടായിരുന്നു, ഇന്ന് വാങ്ങണം. പിന്നെ ഒരു കഷ്ണം, ഒരു 1/2 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി, ഒരു 10-20 വെളുത്തുള്ളി ചതച്ചിട്ടില്ല, അങ്ങനെ ഇട്ട് കൊടുത്ത്, ഇഞ്ചി ചതച്ചിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികളൊക്കെ എനിക്ക് അപ്പം തോന്നുന്നത് അങ്ങനത്തെ മസാലകളാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുക. ഇന്ന് ശരിക്കും റഫീഖ പറഞ്ഞത് നമ്മൾ മട്ടൻ ചാപ്സ് ഉണ്ടാക്കുമല്ലേ, അതുപോലെ തന്നെ ബീഫ്
ചാപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, അതിപ്പോൾ അടുത്ത് ഉണ്ടാക്കിയതല്ലേ, അത് ഉണ്ടാക്കുന്നില്ല, മസാല ഇട്ടിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ, ഇല്ലെങ്കിൽ അതും വിചാരിച്ചുകൊണ്ട് വരും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മീറ്റ് മസാല നമ്മൾ ഇങ്ങനത്തെ ഇതിലേക്കൊക്കെ ഇട്ട് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റാണ്, അത് ചേർത്ത് കൊടുക്കണം. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മീറ്റ് മസാല ഞാൻ പറഞ്ഞില്ലേ, ഒരു 2 ടീസ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടാം, കാര്യം നമ്മൾ എരിവിന് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കേട്ടോ, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വലിയ ജീരകം പൊടിച്ചതുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തോ. ഞാനിപ്പോൾ എപ്പോഴും പൊടിക്കണം എന്ന് വിചാരിച്ചിട്ടോ, പൊടിച്ചത് തീർന്നിട്ടുണ്ട്, ഇപ്പോഴും പൊടിച്ചിട്ടില്ല. ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ബീഫിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയൊന്നുമില്ല, ഇത് നന്നായിട്ട് കൈവച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് നമുക്ക് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കാം. എൻ്റെ ഡ്രസ്സിൻ്റെ സ്ലീവ് എന്നെ കുഴക്കാൻ വേണ്ടി സമ്മതിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ക്യാമറ ഒക്കെ ഓഫ് ചെയ്ത് നന്നായിട്ട് കൈയൊക്കെ ഒന്ന് കയറ്റി വെച്ചിട്ട് കുഴച്ച് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഞാൻ ഒരു 15 മിനിറ്റൊക്കെ വെക്കും കേട്ടോ. ആ എല്ലുമെന്ന് ഇങ്ങനെ ഇറച്ചി ഇങ്ങനെ സോഫ്റ്റായിട്ട് ഇങ്ങനെ വേറിട്ട് വരണം, അപ്പോഴാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ആ ഒരു കറിക്ക് ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതവിടെ വേവട്ടെ. അപ്പോൾ അത് സമയം കൊണ്ട് നമ്മൾ സവാള നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. കുറച്ച് ഒരു 1/4 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മാത്രം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തോ. അങ്ങനെയാണെങ്കിൽ മീറ്റ് മസാല ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല അങ്ങനെയും ചേർത്ത് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. മസാല ഓവർ ആവണ്ട കേട്ടോ. ഈ ഒരു ടൈപ്പ് ഉണ്ടല്ലോ, അത്ര മതി. ഈ സമൂസ ഇങ്ങനത്തെ കടികളിലേക്കൊക്കെ അല്ലേ മസാലേൻ്റെ കുത്ത്, അത് നന്നാവില്ല കേട്ടോ, അത് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് സോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിയില കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ, അതും കൂടെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മസാല ഫില്ലിങ് റെഡിയാണ്. ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ഉണ്ടാക്കുന്നത് കേട്ടിട്ട് നിങ്ങൾ ചിരിക്കാൻ നിൽക്കണ്ട, ചിരിമുട്ടയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ സ്ക്രോൾ ചെയ്ത് പോയ സമയത്ത് ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിലോ ഒന്നും അറിയില്ല, ഞാൻ കണ്ടതാണ്. പക്ഷെ അത് വെറൈറ്റി ആയിട്ട് തോന്നിയിട്ട്, അപ്പോൾ അതെന്തായാലും എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഇന്ന് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ അങ്ങനെ ഓർമ്മ വന്നപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ചിരിമുട്ട ചിരിക്കുകയോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല, ടേസ്റ്റ് ഉണ്ടാവുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ ഉണ്ടാക്കി നോക്കട്ടെ. അപ്പോൾ ബ്രെഡ് നമ്മൾ മസാല റെഡി ആയതിനു ശേഷം ഞാൻ ബ്രെഡ് കുറച്ച് ഇതുപോലെ എന്തെങ്കിലും ഒരു അടപ്പോ കുപ്പീൻ്റെ അടപ്പോ, ഞാനിപ്പോൾ നമ്മൾ തൂക്കുപാത്രത്തിൻ്റെ അടപ്പില്ലേ അത് വെച്ചിട്ട് ഇങ്ങനെ കട്ടാക്കിയിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഒരു സ്നാക്കിന് നമ്മൾ 2 ബ്രെഡാണ് വേണ്ടത്. ആ 2 ബ്രെഡ് ഇങ്ങനെ റൗണ്ടാക്കി കട്ട് ചെയ്ത് ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് എഗ്ഗ് ജസ്റ്റ് വെറുതെ ബീറ്റ് ചെയ്തതാണ് കേട്ടോ. ഉപ്പ് ചേർക്കുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഞാനിപ്പോൾ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അതിൽ ഡിപ്പ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ, അത്രയേ ഉള്ളൂ. ഇത് ബ്രെഡ് ക്രംസ് എൻ്റെ അടുത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നേ, ഞാൻ മുന്നേ എന്തിനോ ബ്രെഡ് എടുത്തപ്പോൾ അരുക് കളഞ്ഞ ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രീസറിൽ. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ എപ്പോഴും സ്റ്റോർ ചെയ്യും കേട്ടോ, കാരണം ഇങ്ങനെ സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയാൽ മതി എന്ന് വിചാരിക്കും, പക്ഷെ നമ്മൾ ഇങ്ങനത്തെ ഒരു അവസരത്തിൽ നമുക്കത് വലിയൊരു അനുഗ്രഹമായിട്ട് മാറും കേട്ടോ. അങ്ങനെ അതെനിക്ക് ഭയങ്കര ഈസിയായി അതുള്ളത് കൊണ്ട്. അപ്പോൾ ഞാനൊരു 8 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതുതന്നെ നമുക്ക് ധാരാളമാണ് കേട്ടോ, നന്നായിട്ട് കഴിക്കാനുണ്ടാവും. ഒരാൾക്ക് 1 എണ്ണം തന്നെ മതി, 2 എണ്ണം മാക്സിമം ആണ് കേട്ടോ. അതവിടെ റെഡിയാക്കി വെച്ചു. ഇനി ഫ്രൈ ചെയ്യുന്നത് നമുക്ക് അവസാനം ഫ്രൈ ചെയ്യാം കേട്ടോ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആക്കിയിട്ട്. അപ്പോൾ ആ സമയം നമ്മളെ ബീഫ് നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരുപാട് വെളിച്ചെണ്ണയൊന്നും ആവശ്യമില്ല കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്തു, അത്യാവശ്യം നെയ്യും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ, ഈ തേങ്ങാപ്പാൽ ഞാനിങ്ങനെ പാക്കറ്റ് വാങ്ങിയതാണ് കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലും തിരക്കിട്ട കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇനി ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഞാനൊന്ന് അടച്ച് വെച്ച് കൊടുക്കും കേട്ടോ. അത് ആ ബീഫിലേക്ക് കയറിയിട്ട് ഒന്നുകൂടെ നല്ല റിച്ച് ടേസ്റ്റ് വരും. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കാതെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ഗീ റൈസ് ഉണ്ടാക്കുന്നുണ്ട്, അത് അപ്പുറത്ത് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഗീ റൈസിൻ്റെ കൂടെ ഇത് കോമ്പിനേഷനാണ്. അല്ലാതെ എനിക്ക് വേറെ എന്തെങ്കിലും കൂട്ടി കഴിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കാണ്ടേ മാറ്റി വെച്ചിട്ട്, രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ട്, ഒന്നും പറയാനില്ല. പക്ഷേ റഫീഖക്ക് ഒന്നും കൂടി ഇഷ്ടം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പം തേങ്ങാപ്പാൽ ഒഴിച്ചത് ഉണ്ടാക്കിയത്.
കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തു. വെളിച്ചെണ്ണേൻ്റെ ആവശ്യം ഇല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് ഞാനിപ്പോൾ ഒഴിച്ചിട്ടില്ല, നോക്കിയിട്ട് വേണമെങ്കിൽ ഒഴിക്കാമെന്ന് വിചാരിച്ചു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കട്ടെ കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ ഗ്രേവി റെഡി ആയി കിട്ടും. ഇതിപ്പോൾ നമുക്ക് വേറൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല കേട്ടോ. എളുപ്പമാണ്, പക്ഷെ നല്ല റിച്ച് ടേസ്റ്റുള്ള ഗ്രേവിയാണ് കേട്ടോ നമുക്ക് കിട്ടുക. അപ്പോൾ ഇതാ 5 മിനിറ്റിന് ശേഷം ഇതാ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ 1 ടീസ്പൂണൊക്കെ വെളിച്ചെണ്ണ, ഒരു എന്താ പറയുക, മസാലക്കുത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട്. മസാലക്കുത്തൊന്നും ഇല്ല കേട്ടോ ശരിക്കും, നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുന്നതല്ലേ. എന്നാലും ഒരു സമാധാനത്തിന് വേണ്ടി 1 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. റൈസ് എന്തായി നോക്കാം. അപ്പോൾ ഇതാ ഞാൻ ഗീ റൈസിൻ്റെ റെസിപ്പി ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനതിൽ ആ ഒരു ഉണ്ടാക്കുന്ന സമയത്ത് വേഗം ഉണ്ടാക്കിയതാണ്. കാഷ്യൂനട്ടോ അല്ലെങ്കിൽ ക്യാരറ്റോ അങ്ങനെ ഒന്നും ചേർത്തിട്ട് ഞാനങ്ങനെ ചേർക്കാറുമില്ല കേട്ടോ. പക്ഷേ റഫീക്കൊക്കെ അങ്ങനെ വല്ലപ്പോഴും ഇങ്ങനെ കാണുന്നത് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ചേർത്തൊന്ന് കുറച്ച് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ റൈസും റെഡി ആയിട്ടുണ്ട്. മെയിൻ ഫുഡ് നമുക്ക് ഇതാണ് കേട്ടോ, ഗീ റൈസും ഈ ഒരു ബീഫ് ഗ്രേവിയും. പിന്നെ സ്നാക്സായിട്ട് നമുക്ക് ഇതും നമ്മുടെ ചിരിമുട്ട, ചിരിക്കുകയല്ലേ നമുക്ക് ലാസ്റ്റ് കാണാം. പിന്നെ ഇനിയിപ്പോൾ ഓയിൽ ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മുടെ ബ്രെഡ് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ആക്കിയിട്ട് എടുക്കട്ടെ. ഞാനിപ്പോൾ വീഡിയോ കട്ട് ചെയ്യാണ്ടാണ് ഞാനിത് കാണിക്കുന്നത്. ഇത്ര ടൈം മതി കേട്ടോ. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കുക. ജസ്റ്റ് ഒരു ഗോൾഡൻ കളറായി വന്നാൽ മതി, ഒരുപാട് ആവണ്ട കേട്ടോ. ഈ ബ്രെഡ് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേഗം ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. ഇതൊക്കെ എളുപ്പമാണ്, എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് കേട്ടോ. കൂടുതൽ ടൈമും കുറേ ടൈമും കാര്യങ്ങളൊക്കെ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇതാ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. പിന്നെ ഒരു ടിഷ്യൂ പേപ്പറിൽ എന്തിലേക്കെങ്കിലും വെച്ച് കൊടുക്കുക. പിന്നെ ഹൈ ഫ്ലെയിമിൽ നമ്മൾ ആക്കിയിട്ട് എടുക്കുമ്പോൾ തന്നെ വലുതായിട്ട് എണ്ണയും കാര്യങ്ങളൊന്നും കുടിക്കൂല കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, ഹൈ ഫ്ലെയിമിൽ തന്നെ പെട്ടെന്ന് ചെയ്തെടുത്താൽ മതി. ബ്രെഡാന്ന് വിചാരിച്ച് എണ്ണ കുടിക്കും അങ്ങനെ വിചാരിക്കേണ്ട. നമ്മൾ ഈ എന്താ പറയുക, പോക്കറ്റ് ഷവർമ ചെയ്യൂലേ, സെയിം പ്രോസസ്സാണ് കേട്ടോ. പക്ഷെ ഫില്ലിങ്ങിൽ കുറച്ച് വ്യത്യാസം, ഒരു നാടൻ ഫില്ലിങ് അത്രയേ ഉള്ളൂ. ഇതാ അടുത്ത ട്രിപ്പും കൂടെ ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ മുങ്ങി നിൽക്കേണ്ട ഓയിലൊന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഒരു ഭാഗം ആയിട്ട് പിന്നെ മറ്റേ ഭാഗം തിരിച്ചിട്ട് കൊടുക്കുക, അത്രയും ഓയിൽ മതിയേ. ഇനി നമുക്ക് അതിലേക്ക് ആ ഫില്ലിംഗ് ഒക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ആദ്യം നമ്മൾ ബ്രെഡിനെ രണ്ടും കൂടെ കൂട്ടിയിട്ട് ഒട്ടിച്ചു. ഇനി നമ്മളതിനെ കീറിയെടുക്കും. എന്തായാലേ വട്ടന്നെ അല്ലേ, ശരിക്കും പറഞ്ഞാൽ സുഖമില്ലാത്ത പരിപാടിയാണ് ഇത്. ഒട്ടിച്ചത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് എങ്ങനെയുണ്ട് നമുക്ക് അറിയണമല്ലോ. ഇതിൻ്റെ ജെന്യുവൻ അഭിപ്രായം ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ മസാല എടുക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര എടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഉള്ളിലേക്ക് അങ്ങ് വെച്ച് കൊടുത്ത് നിങ്ങളത് സ്പ്രെഡ് ആക്കിയിട്ട് കൊടുക്കുക കേട്ടോ. മുകളിലും താഴേക്കൊന്ന് വെറുതെ ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് എല്ലായിടത്തും ആ മസാല ഉണ്ടാവുക, അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഒരു എഗ്ഗിനെ 2ആയിട്ട് കട്ട് ചെയ്തതാണ് ഞാൻ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് വലുപ്പത്തിലും വെച്ച് കൊടുക്കുക, അങ്ങനെ തന്നെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് കാണാനിതാ ഒരു ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ചിരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടെ ഞാൻ അതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മൾ കട്ട് ചെയ്തിട്ട് മസാല വെക്കുന്ന സമയത്ത് ഒന്ന് മസാല മേലെയും താഴെ ഒന്ന് പരത്തിയിട്ട് വെച്ച് കൊടുത്തോട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക ചെയ്തത്. അപ്പോൾ കഴിക്കാൻ എല്ലാ ഭാഗത്തേക്കും അത് കിട്ടാൻ നല്ലത് ഒന്ന് പരത്തി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പരത്തിയിട്ട് വെച്ച് കൊടുത്തോട്ടോ. സ്പ്രെഡാക്കിയിട്ട് തന്നെ വെച്ച് കൊടുത്തോ. എന്നിട്ട് എഗ്ഗ് അതിൻ്റെ ആ ഒരു ലാസ്റ്റിലേക്ക് അങ്ങ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഭയങ്കര പാടൊന്നുമില്ല, നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് വേഗം എടുക്കട്ടെ. നമുക്ക് ടൈം ആയിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. ഇനി ഇതിപ്പോൾ നമുക്ക് പണിയൊന്നുമില്ല കേട്ടോ. നമ്മളെ സ്നാക്സ്, നമ്മളെ ചിരിമുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും എനിക്ക് പറയുമ്പോൾ ചിരി വരുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് നമ്മൾ തരിയില്ലേ, അതും കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുണ്ടേ. അപ്പോൾ അത് ഞാൻ അപ്പുറത്തെ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പാലും വെള്ളവും അതുപോലെ തന്നെ കുറച്ച് റവയും ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കാഷ്യൂനട്ട്, കിസ്മിസ്, അതുപോലെ തന്നെ ചെറിയ കിസ്മിസ് ഇട്ടിട്ടില്ല, ചെറിയ ഉള്ളി 2 കട്ടാക്കിയത് നെയ്യിലൊന്ന് തൂമ്പിച്ചിട്ട് കൊടുക്കണേ. അതിൻ്റെ ഒരു ഫ്ലേവർ നല്ലതാട്ടോ. ഇഷ്ടമുള്ളവർ അങ്ങനെ ചെയ്തെടുക്കുക, നമുക്കിവിടെ നല്ല ഇഷ്ടമാണ്. പിന്നെ കുറച്ച് ഉപ്പ്, ഒരു പിഞ്ച് ഉപ്പ്, കുറച്ച് ഏലക്കപ്പൊടി, ആവശ്യത്തിന് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര, ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ എപ്പോഴും വീഡിയോയിൽ കാണിക്കുന്നത് തന്നെയാണ് കേട്ടോ. അപ്പം നമ്മുടെ തരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ 6:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ടേബിളിലേക്ക് വെക്കട്ടെ. എനിക്ക് എന്നിട്ട് കിച്ചൺ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യും കൂടെ വേണേ. പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടേ ഞാൻ
പാത്രങ്ങളൊന്നും കഴുകിയിട്ടില്ല, കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. അതുപോലെ തന്നെ ഗ്യാസും കൗണ്ടർ ടോപ്പും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. ഒന്ന് ഓടിച്ചൊന്ന് ക്ലീൻ ചെയ്യട്ടെ കേട്ടോ. എന്നാലാണ് ആ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒരു മനസ്സമാധാനത്തോട് കൂടിയിട്ട് കഴിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം. ആദ്യം എല്ലാം ഒന്ന് ടേബിളിൽ കൊണ്ടുവരണം. പിന്നെ മാത്രമല്ല, റഫീക്ക വന്നിട്ടില്ല. റഫീക്ക വരുമ്പോൾ ഇത് ടേബിളിൽ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം കേട്ടോ. ഇല്ല, നമ്മൾ എടുത്തു വെക്കാനൊക്കെ തുടങ്ങുന്നുണ്ടെങ്കിൽ ആളെ മുഖം അത്ര ഒന്നും പെർഫെക്റ്റ് ആവില്ല. അപ്പോൾ അതും കൂടെ ഓക്കെ ആയിക്കോട്ടെ, ഞാനെല്ലാം ഒന്ന് ടേബിളിലേക്ക് കൊണ്ടുവെക്കട്ടെ. അങ്ങനെ കുറേ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ സ്നാക്സ് ജ്യൂസൊന്നും അടിച്ചിട്ടില്ല. നമുക്ക് ഈ ഒരു തണുപ്പ് കാലാവസ്ഥയിൽ അടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വെള്ളം, നട്ട്സ്, നമ്മളെ സ്നാക്സ്, കുറച്ച് ചായയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. വാലേക്കും അസ്സലാം. അവിടെ ലൈറ്റ് ഇട്ടെ. എന്താ സാധനം നോക്ക്, ചിരിക്കണോ? അതാണ് ചിരിമുട്ട. ചിരിക്കോ കരയോ എന്നറിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ബാങ്കൊക്കെ കൊടുത്തു, നോമ്പൊക്കെ തുറക്കുകയാണ്. അപ്പോൾ റഫീഖിൻ്റെ തിരക്കും വെപ്രാളൊക്കെ നിങ്ങൾ കണ്ടില്ലേ. ഞാൻ ചോദിക്കുകയായിരുന്നു, ആരും എടുത്തുകൊണ്ട് പോകില്ല, നിങ്ങൾക്ക് എന്നെ കഴിക്കാന്നൊക്കെ പറയായിരുന്നു കേട്ടോ. ശരിക്കും അങ്ങനെയല്ല, ബാങ്ക് കൊടുത്താൽ നമ്മൾ നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കണം എന്ന് തന്നെയാണ് കേട്ടോ. റഫീഖക്ക് പൊതുവേ അങ്ങനെ തന്നെയാണ് കേട്ടോ. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഭയങ്കര തിരക്കാണ്, എല്ലാം വേഗം റെഡിയാക്കി വെക്കണം, വേഗം കഴിക്കണം, അങ്ങനെയാണ്. പക്ഷേ കുറേ കഴിക്കൊന്നുമില്ല കേട്ടോ. ഈത്തപ്പഴവും വെള്ളവും തരി ഉണ്ടെങ്കിൽ തരി, ജ്യൂസ് അത് കഴിച്ചിട്ട് പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് ബാക്കി കഴിക്കുക. ഞാൻ നിർബന്ധിച്ചാലാണ് കേട്ടോ സ്നാക്സ്. ഇപ്പം ഞാനിപ്പോൾ നല്ലത് വെറൈറ്റി ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ റിസൾട്ട് അവരുടെ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കഴിക്ക് എന്ന് പറയുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഒന്നെടുത്ത് കഴിക്കുള്ളൂ, ഇല്ലെങ്കിൽ മറ്റതൊന്നും കഴിക്കാതെ തന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് ബാക്കി കഴിക്കുള്ളൂ കേട്ടോ. പക്ഷെ ഞാൻ നേരെ തിരിച്ചാൽ, എനിക്ക് എല്ലാം അപ്പം കിട്ടിയാൽ അപ്പം കഴിക്കാനാണ് എനിക്കിഷ്ടം. എനിക്ക് അപ്പം കഴിക്കാനാണ് പറ്റുകയും ചെയ്യുക. പിന്നീട് നിസ്കാരമെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് പിന്നെ എനിക്ക് രണ്ടാമത് കഴിക്കാൻ തോന്നൂല. എല്ലാം എനിക്ക് ഫസ്റ്റ് തന്നെ കഴിക്കണം കേട്ടോ. അപ്പോൾ അതാണ് വ്യത്യാസം രണ്ടാളും തമ്മിൽ. അങ്ങനെ നമ്മൾ മെയിൻ ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ, നെയ്ച്ചോറൊന്നും കഴിച്ചിട്ടില്ല. സ്നാക്സ് എല്ലാം കഴിച്ചു, മഗ്‌രിബ് നമസ്കാരം എല്ലാം കഴിഞ്ഞു. ഇനി നമ്മളെ മാങ്ങയല്ലേ, മാങ്ങ ഞാൻ സിബ്ലോ കവറിലേക്ക് ആക്കി വെക്കുകയാണ് കേട്ടോ. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് സിബ്ലോ കവറിലാക്കിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു കവറിൽ കെട്ടിയിട്ട് അങ്ങനെയും വെച്ചാൽ മതി കേട്ടോ. ലീക്കാകാത്ത രീതിയിൽ, എയർ കടക്കാത്ത രീതിയിൽ ചെയ്ത് വെക്കുക. കണ്ടെയ്നറിലാക്കിയിട്ട് അടച്ചു വെച്ചാലും മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ രണ്ടെണ്ണത്തിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയും ചെയ്തിട്ടും ഇനി എനിക്ക് കൂടുതൽ വാങ്ങിയിട്ട് ചെയ്യണം. നമ്മളെ വാങ്ങിയതിന് പറ്റൂല കേട്ടോ, അത്രയൊരു പെർഫെക്റ്റ് അല്ല. അപ്പോൾ വാങ്ങിയിട്ട് എനിക്ക് ചെയ്യണം. അപ്പം ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ട് നിങ്ങളെ കാണിച്ചു തന്നതാ. മാങ്ങ തീർന്നിട്ടുണ്ട് എനിക്കറിയാം. പക്ഷേ എന്നാലും ഷോപ്പിൽ നന്നായിട്ട് നമുക്കിപ്പോൾ മാങ്ങ കിട്ടുന്നുണ്ട് കേട്ടോ, നല്ല മധുരമുള്ള മാങ്ങ. അപ്പോൾ അത് വാങ്ങിയിട്ട് തന്നെയാണ് ഞാനും ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്തു വെക്കുക കേട്ടോ. ഈ ഒരു രീതിയിൽ ഇത് വെച്ചിട്ട് നമ്മൾ റെസിപ്പിയും കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് മാങ്ങ ഇല്ലാത്ത ടൈമിൽ ഞാൻ ചെയ്യുമ്പോൾ മാങ്ങയില്ലല്ലോ ജംഷി എന്ന് പറയരുത് കേട്ടോ. അതിനാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് പായസം, പിന്നെ ഞാനൊരു മോര്, എന്താ പറയുക, മാമ്പഴപ്പുളിശ്ശേരി പോലെ ഒരു മോര് തൈരൊക്കെ വെച്ചിട്ട് സംഭവം ഉണ്ടാക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നീട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത്. പായസത്തിനാണെങ്കിലും ഇതിപ്പോൾ നമുക്കിനി ഒരു പണിയില്ല കേട്ടോ, ജസ്റ്റ് പാൽ വെച്ച് മിക്സ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. ഇത് ഞാൻ മുന്നേ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കുവാണ് കേട്ടോ, സപ്പോട്ട. അത് ജ്യൂസിനൊക്കെ എടുക്കാൻ നല്ലതാണ് കേട്ടോ. കുറച്ച് സമയം ഒന്ന് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ തണുപ്പ് ജസ്റ്റ് വിടുന്ന സമയത്ത് നമുക്കതിന് സ്കൂപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ്. അങ്ങനെ അതിന് ശേഷം റഫീക്ക ടൗണിൽ പോവാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ പോവുകയാണ്, വെറുതെ ഒരു കാര്യമില്ല. അപ്പോൾ കുറച്ച് സമയം റഫീക്ക ആരോ കാണാൻ വേണ്ടിയിട്ടൊക്കെ, ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ കുറച്ച് സമയം നിൽക്കും, അങ്ങനെ നമ്മൾ തിരിച്ചു വരും. അത്രയേ ഉള്ളൂ. വന്നിട്ട് ഫുഡ് കഴിക്കണം, നമ്മൾ നെയ്ച്ചോറും ബീഫൊക്കെ കഴിക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ വിശേഷങ്ങളും നോമ്പുതുറയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. പിന്നെ നമ്മൾ ചിരിമുട്ടൻ്റെ കാര്യം പറഞ്ഞില്ല അല്ലേ. കുഴപ്പമില്ല, ഒരു ആവറേജ് സ്നാക്സ് ആയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാം, അല്ലാണ്ട് ഭയങ്കര വാവ് എന്ന് പറയാൻ മാത്രമൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഒരു ജെന്യുവനായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരു തവണയൊക്കെ ട്രൈ ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.